ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 6 പാർട്ട് 4 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലേണിംഗ് തിയറീസ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ലേണിംഗ് ആണ് നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലേണിംഗ് തിയറീസ് ആണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങളെക്കുറിച്ച്, ചില തിയറംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഓരോ സൈക്കോളജിസ്റ്റിൻ്റെയും അതല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും എന്ന് നമുക്കറിയാം. ലോകത്തുള്ള എല്ലാ തിയറമുകളും അങ്ങനെ ഉണ്ടായതാണ്. ഒരാളുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം. അപ്പോൾ ഒരാൾക്കുണ്ടായ അഭിപ്രായമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറമായി പറയപ്പെടുന്നത്. സോ എഡ്യൂക്കേറ്റേഴ്സ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് വേരിയസ് തിയറീസ് ഓഫ് ലേണിംഗ്. ഓരോ തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല എഡ്യൂക്കേറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെക്കാനിസം, ഏത് രീതിയിലാണ് ഒരു ലേണിംഗ് പ്രോസസ്സ്, നമ്മുടെ ബോഡിയിൽ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന ഒരു മെക്കാനിസം, ആ സംവിധാനം എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള വ്യത്യസ്ത സൈക്കോളജിസ്റ്റുകളുടെ, വ്യത്യസ്ത എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്യത്യസ്ത ഫിലോസഫേഴ്സിൻ്റെ അഭിപ്രായങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ലേണിംഗ് തിയറീസ് എന്ന് നാം പഠിക്കുന്നത്. പ്രധാനമായും ലേണിംഗ് തിയറീസിനെ 3 ആയിട്ട് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന് പറയും, ബിഹേവിയറിസ്റ്റ് തിയറീസ്. സെക്കൻഡ് വൺ കോഗ്നിറ്റീവ് തിയറീസ്. മൂന്നാമത്തത് കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറീസ്. ബിഹേവിയറിസ്റ്റ് തിയറീസ്, കോഗ്നിറ്റീവ് തിയറീസ്, കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറീസ്. ഇങ്ങനെ 3 രീതിയിലാണ് സാധാരണയായിട്ട് ലേണിംഗ് തിയറിയെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിലൊന്നാമത്തതാണ് ബിഹേവിയറിസ്റ്റ് തിയറീസ്. ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് തോട്ട്സ്, ഒരുപാട് ചിന്തകളാണ്. പക്ഷേ ഈ ഒരു ചിന്തകളുമായി ബന്ധപ്പെട്ട്, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അറിയാം പെരുമാറ്റങ്ങളാണ്, ചിന്തകളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളുടെ അഭിപ്രായങ്ങളും അതുപോലെ അവരുടെ കണ്ടുപിടുത്തങ്ങളുമാണ് അതിൽ പ്രധാനമായും വരുന്നത്. പക്ഷേ ബിഹേവിയറിസ്റ്റ് തിയറീസ് കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്ത ശാസ്ത്രജ്ഞന്മാർ ഒക്കെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് മാത്രം നമ്മൾ കൃത്യമായി ഒന്ന് ഓർത്താൽ മതി. പ്രത്യേകിച്ചിട്ട് സൈക്കോളജി തിയറികളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ ചില തിയറംസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കാൻ ചിലപ്പോൾ പ്രയാസമായി എന്ന് തോന്നാം ചിലപ്പോൾ. അപ്പോൾ ഇവിടെ ബിഹേവിയറിസ്റ്റ് തിയറീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് ദ കോമൺ അപ്രോച്ച് ടു ലേണിംഗ് ഇൻ ടേംസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ സ്റ്റിമുലി റിസീവ്ഡ് ആൻഡ് റെസ്പോൺസസ് ഡിസ്പ്ലേഡ് ബൈ ദ ലേണർ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബിഹേവിയറിസ്റ്റ് തിയറികളൊക്കെ പറയുന്നത് 2 കാര്യങ്ങൾ. ഒരു സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു കാര്യത്തെ നാം പഠിക്കാൻ വേണ്ടി നമ്മെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യവും അതിൻ്റെ റെസ്പോൺസും, ഒരു കാര്യത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു കാര്യവും അതിൻ്റെ റെസ്പോൺസും, അത് രണ്ടും തമ്മിലുള്ള കണക്ഷനെ വെച്ചുകൊണ്ടാണ് ബിഹേവിയറിസ്റ്റ് തിയറികൾ പ്രധാനമായും പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് വരുന്ന ഒരാളുടെയും ഓരോ തിയറമുകൾ പറയുമ്പോഴും ഓരോ ഉദാഹരണ സഹിതം നമുക്ക് ഓരോന്നും നോക്കാം. എന്തായാലും ബിഹേവിയറിസ്റ്റ് തിയറീസിൻ്റെ അടിസ്ഥാനമായ ഒരു കാതലായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണക്ഷൻസ് ബിറ്റ്വീൻ സ്റ്റിമുലി റിസീവ്ഡ് ആൻഡ് റെസ്പോൺസസ് ഡിസ്പ്ലേഡ്. എല്ലാത്തിനും ഒരു നമ്മൾ പഠിക്കുന്നതിന്, ഏത് കാര്യം നാം ലേൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സ്റ്റിമുലി ഉണ്ടാകും, പ്രചോദനമാകുന്ന ഒരു കാര്യം ഉണ്ടാകും, അതിൻ്റെ റെസ്പോൺസുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ ശാസ്ത്രജ്ഞരുടെയും തിയറീസ് ബേസ് ചെയ്തുകൊണ്ട് ഉദാഹരണ സഹിതം നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം. വളരെ പ്രധാനമായും പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തിയറമാണ് തോൺടൈക്സ് തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. എഡ്വാർഡ് ലീ തോൺടൈക്ക്, അതാണ് അങ്ങനെയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. എഡ്വാർഡ് ലീ തോൺടൈക്ക്, ഓഗസ്റ്റ് 31, 1874, 1874 ജനിച്ചിട്ട്
ഏകദേശം 1949 വരെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഈ കമ്പാരറ്റീവ് സൈക്കോളജിയിലൊക്കെ വളരെയധികം സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരാളാണ്, വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ തിയറി ഓഫ് കണക്ഷനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ തിയറിക്ക് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയും. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ പഠനം നടക്കുന്നത്, ലേണിംഗ് നടക്കുന്നത് എന്നാണ് തോണ്ടേക്കിൻ്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം. വെരി സിമ്പിൾ. അതാണ് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് തോണ്ടേക്ക് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്, ഒരു കാര്യം ട്രയൽ ആൻഡ് എറർ, വീണ്ടും 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 തുടർച്ചയായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കൃത്യമായി എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. SR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റിമുലി റെസ്പോൺസ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കാൻ നമ്മെ പ്രചോദനമുണ്ടാക്കുന്ന സ്റ്റിമുലി ഉണ്ട്, അതിനോടുള്ള റെസ്പോൺസ് ഉണ്ട്. ആ സ്റ്റിമുലിയും റെസ്പോൺസും അതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് അതിനെ നാം വിളിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ തോണ്ടേക്കിൻ്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നാണ്. Trial and error is a method of learning in which various responses are tentatively tried and some discarded until a solution is attained. Trial and error method എന്ന് പറഞ്ഞാൽ വേരിയസ് റെസ്പോൺസസ് ആർ ടെൻറ്റേറ്റീവ്ലി ട്രൈഡ്. ഇങ്ങനെ ഒരു കാര്യം പഠിക്കാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. തോണ്ടേക്ക് ഈ ഒരു തിയറി കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. ഒരു പൂച്ചയെ പിടിച്ചിട്ട് ഒരു വുഡൻ ബോക്സിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഒരു വുഡൻ ബോക്സിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ ഈ പൂച്ച ഈ വുഡൻ ബോക്സിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. പക്ഷേ പലതും ശ്രമിച്ചിട്ടും ഈ ഒരു പൂച്ചക്ക് പുറത്തെത്താൻ വേണ്ടി പറ്റിയില്ല. പല പ്രാവശ്യം ചാടി, വീണ്ടും ചാടി 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 പുറത്തെത്താൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ അവസാനം ഇത് ചാടിയിട്ട് അതിൻ്റെ ലെവറിൽ ശരിക്കും തട്ടി അത് പുറത്തെത്തിയപ്പോഴാണ് ഈ പൂച്ചക്ക് പുറത്തു പോകാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ ഈ പൂച്ച എന്നുള്ള ഈ ഒരു സംവിധാനം, ഇവിടെ പൂച്ചയുടെ ഈ ഒരു ഉദാഹരണത്തിൽ അദ്ദേഹം കാണിച്ചത് തന്നെ ആ ഒരു പൂച്ച ആ ഒരു വിഷയത്തിൽ ലേൺ ചെയ്തത്, പുറത്തേക്ക് പോയത് ഒരുപാട് പ്രാവശ്യം അത് ട്രൈ ചെയ്തിട്ടാണ്. അങ്ങനെയാണ് അത് പുറത്ത് എത്താമെന്ന ഒരു രീതിയിലേക്ക് ആ പൂച്ചക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ തോണ്ടേക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഒരു തുടർച്ചയായി, അതാണ് ദ ചീഫ് വേ ടു എഫക്റ്റ് SR connection is through trial and error and hence this process is called trial and error learning. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലിയും അതേപോലെ ഒരു റെസ്പോൺസും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ അത് ട്രയൽ ആൻഡ് എററിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലെ പേരിൽ തന്നെ ഉണ്ട് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ ട്രയൽ ചെയ്യും, ചിലപ്പോൾ തെറ്റും, ചിലപ്പോൾ വീണ്ടും ചെയ്യും, അപ്പോൾ തെറ്റും, വീണ്ടും ചെയ്യും, വീണ്ടും തെറ്റും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൻ്റെ ഒരുപാട് സവിശേഷതകൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെയ്ത് 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 വീണ്ടും 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 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗ്രാജുവലി നടക്കുകയാണ്, ഒറ്റയടിക്ക് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. അതേപോലെ തന്നെ ഫോർ ലേണിംഗ് ഒക്കർ ദ ലേണർ മസ്റ്റ് ബി ഡെഫിനറ്റ്ലി മോട്ടിവേറ്റഡ്. പിന്നെ നല്ല മോട്ടിവേഷൻ വേണം, അവർക്ക് ഇത് പഠിക്കണമെന്ന നല്ല ആഗ്രഹം വേണം. അപ്പോൾ അല്ലാതെ ഒരിക്കലും തന്നെ ശരിക്കും ലേണിംഗ് നടക്കില്ല എന്നുള്ളതാണ്. ഒരാൾ കമ്പൽ ചെയ്തിട്ട് നടക്കില്ല എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എററിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ദ ലേണർ മേക്സ് റാൻഡം ആൻഡ് വേരിയബിൾ റെസ്പോൺസസ്. അപ്പോൾ ലേണർ പല രീതിയിലുള്ള റാൻഡം റെസ്പോൺസുകളാണ് ഉണ്ടാവുക. പല രീതിയിലുള്ള റെസ്പോൺസുകളായിരിക്കും ലേണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. സം റെസ്പോൺസസ് ലീഡ് ടു ദ ഗോൾ. ചില റെസ്പോൺസുകൾ അയാൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്തും, ചിലത് എത്തില്ല. ഇപ്പോൾ പൂച്ച
ആ ബോക്സിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി പല വഴികളും കാണിച്ചു, പക്ഷെ പുറത്തെത്താൻ പറ്റിയില്ല. അവസാനം അത് പുറത്തെത്താൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ചില റെസ്പോൺസുകൾ അയാളുടെ സാറ്റിസ്ഫൈങ് റെസ്പോൺസുകളായിട്ട് പറയാം. ചില റെസ്പോൺസുകൾ അത് ഗോളിലേക്ക് എത്തും, പക്ഷേ സം റെസ്പോൺസസ് ഡു നോട്ട് ലെഡ് ടു ദ ഗോൾ. അത് ഗോളിലേക്ക് എത്തില്ല. അതിനെ നമ്മൾ അനോയിങ് റെസ്പോൺസസ് എന്നാ പറയുക. അത് വേസ്റ്റായി പോയതാണ്. അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഈ തോണ്ടേക്കിൻ്റെ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിള്, നമ്മൾ ചില സമയത്ത് ഒരാളെ ഒരു ഫോൺ കോൾ ചെയ്യാണ്, ഫ്രണ്ടിനെ നിങ്ങളുടെ ഫോൺ കോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇന്നലെ രാത്രി വിളിച്ച ഒരു ഫോൺ കോൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഒരാഴ്ച മുമ്പ് നമ്മൾ വിളിച്ച ഒരു ഫോൺ കോൾ ചിലപ്പോൾ നമുക്ക് ആ നമ്പർ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് ഒരാളെ സ്ഥിരമായിട്ട് നമ്മളൊരു കോള് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ നമ്പർ നമുക്ക് കാണാതെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത പറയുന്നത്, തോണ്ടേക്കിൻ്റെ ഈ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ പ്രത്യേകത പറയുന്നത്, റെസ്പോൺസസ് വിൽ സെൻഡ് ടു ദ എലിമിനേറ്റഡ് ആൻഡ് ദെൻ ദ സാറ്റിസ്ഫൈങ് റെസ്പോൺസസ് വിൽ ബി സ്ട്രെങ്തൻഡ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് അതിങ്ങനെ ചില സമയത്ത് നമ്മൾ ചെയ്ത ഒരു റെസ്പോൺസ് വേസ്റ്റായി പോകും. പക്ഷെ ആ വേസ്റ്റായ റെസ്പോൺസ് വീണ്ടും എന്ത് ചെയ്യും, അത് വളരെയധികം ഡബിൾ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരും. അതേപോലെ തന്നെ ദ ടൈം ടേക്കൺ ടു പെർഫോം ദ ടാസ്ക് ഡിക്രീസസ് വിത്ത് സക്സസീവ് ട്രയൽ. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മുടെ സമയം അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള സമയം നമുക്ക് വീണ്ടും കുറഞ്ഞു വരികയാണ്. കാരണം വീണ്ടും ഒരു കാര്യത്തെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പെട്ടെന്ന് പഠിക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ അതിനു വേണ്ടി ആ ടാസ്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. ഇപ്പോൾ തോണ്ടേക്സ് ലോ ഓഫ് ലേണിംഗ്, ഇദ്ദേഹത്തിൻ്റെ ലോ എന്ന് പറയുന്നത് പ്രധാനമായും 3 ഇമ്പോർട്ടൻ്റ് ലോസ് ഓഫ് ലേണിംഗ്, പൂർണ്ണമായും 3 ലോ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോണ്ടേക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ദ ലോ ഓഫ് റെഡിനെസ് ആണ്. നേരത്തെ നമ്മൾ ഈ വിഷയം നേരത്തെ പഠിച്ചതാണ്. അതായത് ഒന്നും പറയേണ്ട, ഇഫ് ദ ചൈൽഡ് ഈസ് റെഡി ടു ലേൺ ഹി ലേൺസ് ഫാസ്റ്റർ. കുട്ടി പഠിക്കാൻ റെഡി ആണെങ്കിൽ അവൻ ഫാസ്റ്റായിട്ട് പഠിക്കും. ബെറ്റർ വിത്ത് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ, നന്നായി പഠിക്കും, നല്ല സാറ്റിസ്ഫാക്ഷനോട് പഠിക്കും. ഇഫ് ഈസ് നോട്ട് മെൻ്റലി സെറ്റ് ആൻഡ് ഇഫ് ലേണിംഗ് ഈസ് ഇമ്പോസിങ് ഓൺ ഹിം ഹി ബിക്കംസ് അന്നോയ്ഡ് ഓൺലി. അത് കുട്ടിയിലേക്ക് നമ്മളെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി പഠിക്കില്ല എന്നതാണ് ഒന്നാമത് ഇദ്ദേഹം പറയുന്ന ഒരു നിയമം. Again, if the child is mentally set to learn and if he is denied that opportunity, it also creates annoyance in him. അതേപോലെ തന്നെ ഇനി സമയത്ത് കുട്ടി പഠിക്കാൻ റെഡിയാണ്, പക്ഷേ നമ്മൾ ആ അവസരത്തെ നിഷേധിക്കുകയാണ്, അപ്പോഴും അവിടെ ഒരു അന്നോയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഉള്ളിലെടുക്കുന്നുണ്ട്. അപ്പോൾ ദ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കാൻ റെഡിയാണെങ്കിൽ കുട്ടി വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുന്നു എന്ന ഒന്നാമത്തെ ഒരു നിയമം. രണ്ടാമത്തെ തോണ്ടേക്കിൻ്റെ നിയമം എന്ന് പറയുന്നത് ദ ലോ ഓഫ് എക്സസൈസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അതാണ് പറയുന്നത്, പ്രാക്ടീസ് ആൻഡ് ദെയർ വീക്കനിങ് വെൻ പ്രാക്ടീസ് നോട്ട് കണ്ടിന്യൂഡ്. നല്ല പ്രാക്ടീസ് നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ ഒരു ലോ ഓഫ് എക്സസൈസിനെ തന്നെ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ലോ ഓഫ് യൂസ് ആൻഡ് ദ ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദ ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, പേര് തന്നെ ഉണ്ട്. നമ്മൾ എപ്പോഴാണോ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ്, അതിൻ്റെ ആ സിറ്റുവേഷനും റെസ്പോൺസും വളരെ കൃത്യമായി വരുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും നാം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ലേണിംഗ് ഒന്നുകൂടി വളരെ ഫാസ്റ്റായിട്ട് നടക്കുമെന്നുള്ളതാണ്. ഇതിന് നേരെ വിപരീതമാണ് ദ ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത്. വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ഈസ് നോട്ട് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് ഡ്യൂറിങ് എ ലെങ്ത് ഓഫ് ടൈം, ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് ഡിക്രീസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൊബൈൽ ഫോണ്, ഒരു സുഹൃത്തിൻ്റെ ഫോണ് നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മൾ വിളിച്ച ഒരു സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, മറന്നു പോവാണ്, നമ്മുടെ മനസ്സിലത് നിൽക്കുന്നില്ല.
അവിടെ ആ ഒരു ലെങ്ത് ഓഫ് ടൈം ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഡിസ്യൂസ് ആണ്, അവിടെ ലോ ഓഫ് ഡിസ്യൂസ് ആണ് ആ ഒരു പറഞ്ഞ എക്സാമ്പിളിൽ അവിടെ നടന്നിരിക്കുന്നത്. മൂന്നാമത്തെ തോണ്ടേക്കിൻ്റെ നിയമമാണ് ദ ലോ ഓഫ് ഇഫക്റ്റ്. ഈ ലോ പറയുന്നത് വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഈസ് മെയ്ഡ് ആൻഡ് ഈസ് അക്കമ്പനീഡ് ബൈ എ സാറ്റിസ്ഫൈയിങ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്ഡ്. അതായത് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് അതിലൂടെ ഒരു ഗോളിലേക്ക് എത്തി നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായി എങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടായില്ല, അപ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് പൂച്ചയുടെ ഉദാഹരണത്തിൽ തന്നെ പൂച്ചയോട് പറഞ്ഞു, പൂച്ച പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും പൂച്ചക്ക് പുറത്ത് കടക്കാൻ സാധിച്ചില്ല. അവിടെ ശരിക്കും ദ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറേ പ്രാവശ്യം ശ്രമിച്ചപ്പോൾ നമ്മളാണെങ്കിലും നമുക്ക് തന്നെ തോന്നും ഇനി ചാടണ്ടെന്ന്. പണ്ട് ഈ പൊട്ടക്കിണറ്റിൽ വീണ തവളകളുടെ കഥ പറയാറുണ്ട്. പൊട്ടക്കിണറ്റിൽ കുറേ തവളകൾ ഉണ്ട്. അപ്പോൾ കുറേ തവളങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പൊട്ടക്കിണറ്റിൽ വീണു. അങ്ങനെ കിണറ്റിൽ വീണ തവളകളെല്ലാം തന്നെ പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ തവളക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തെത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം മുകളിലുള്ള ഒരു തവള ഇങ്ങനെ ഈ ഒരു പൊട്ടക്കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ കാണുന്നത് എന്താ, കുറേ തവളകൾ വീണിട്ട് മുകളിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ തവള മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും ചാടണ്ട, കാരണം ഈ പൊട്ടക്കിണറ്റിൽ വീണവരൊന്നും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആരും ചാടണ്ട, നിങ്ങൾ ചാട്ടം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ചാടാൻ ശ്രമിച്ച എല്ലാ തവളകളും അവരുടെ ചാട്ടം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കൂട്ടത്തിൽ ഒരു തവള മാത്രം വീണ്ടും 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 ചാടി അവസാനം ആ ചാടിയ തവള എന്ത് ചെയ്തു, പുറത്തേക്കെത്തി. അപ്പോൾ മുകളിലുള്ള തവളക്ക് ഒരു അത്ഭുതം, ഞാൻ എല്ലാവരോടും ചാടണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു തവള മാത്രം എന്താണ് ചാടിയത് എന്ന് അദ്ദേഹത്തോട് പോയി ചോദിച്ചപ്പോഴാണ് വളരെ രസകരമായി തോന്നുന്നത്, ആ ചാടി രക്ഷപ്പെട്ട തവള ചെവി കേൾക്കാത്ത ഒരു പൊട്ടൻ തവളയായിരുന്നു. അപ്പോൾ ചെവി കേൾക്കാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്തില്ല, ശ്രമിച്ചില്ല. നമുക്ക് കണക്ഷൻ എന്ന് പറയുന്നത് പല പ്രാവശ്യം നമ്മൾ ചാടിയപ്പോഴും നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് നാം ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്നു, ഡിസാറ്റിസ്ഫൈഡ് ആക്കി പോകുന്നു. അങ്ങനെ ഒരു ലോ ഓഫ് എഫക്റ്റ് അവിടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും തോണ്ടേക്കിൻ്റെ ലോയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംവിധാനമാണ്. It means that SR connection, stimuli response connection, is strengthened. It is followed by pleasure and weakened if it is followed by displeasure. അതായത് റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്, അത് ശക്തി കൂടുന്നത് എപ്പോഴാണ്, നമ്മൾ വളരെയധികം പ്ലഷർ ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് വീക്കൻഡ്, അത് വീക്കൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ദുർബലപ്പെടുന്നു ഇഫ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഡിസ്പ്ലഷർ. അത് ഡിസ്പ്ലഷർ ആവണേ, നമുക്കതിലൂടെ റിസൾട്ട് കിട്ടുന്നില്ല, ഉദ്ദേശിച്ച പ്ലഷർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. ഇൻ അതർ വേർഡ്സ്, ലേണിംഗ് ക്യാൻ ബി സെഡ് ടു ഹാവ് ടേക്കൺ പ്ലേസ് പ്രോപ്പർലി വെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ സാറ്റിസ്ഫാക്ഷൻസ്. നമുക്ക് പഠനത്തിലൂടെ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ നല്ല ലേണിംഗ് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്നത് അത് പ്ലഷറല്ല, അതിലൂടെ കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം നടക്കുന്നതും വളരെ ഡിക്രീസ് ആയിരിക്കും എന്നുള്ളതും കൂടിയാണ് ഈ ഒരു നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതാണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. കൃത്യമായി നോട്ട് ചെയ്ത് കാര്യങ്ങൾ